ഡിയേ വേഗം അമ്മാമനെ വിളിക്കടി. ട്യൂഷന് വൈകിയ ഗിരീഷ് മാഷ് നമ്മളെ കൊല്ലും. എന്തടി നീ അമ്മാമനെ വിളിച്ചില്ലേ? കൊറേ വിളിച്ചതാ, കണ്ണുറപ്പിച്ച് നോക്കണ്ട്. എന്താണാവോ ഒന്നും മിണ്ടണില്ല. ആന്റി എന്തെങ്കിലും പറഞ്ഞിണ്ടാവും, അതിന്റെ കലിയാ. ഞാൻ വിളിക്കാം. അമ്മാവേ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. ഇന്നലത്തെ എന്റെ പകരം വീട്ടാനാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി ഓടിയ എലിക്കുട്ടി. അമ്മമ്മ കളിക്കാലേ? ഇല്ലെങ്കി വേണ്ട, ആ ഫോൺ തന്നാലും മതി. കെട്ടിച്ചു കൊടുത്ത മാപ്പിളേരോടെ പോയി നിക്കണം പെമ്പിള്ളേര്. കടന്നു പോടി എന്റെ മുന്നിന്ന്. അമ്മാമേ, അത് നമ്മുടെ സിയൻ അല്ലേ? എന്താ പറ്റിയേ? കള്ളു കുടിച്ചിണ്ടാ? ആഹാ, നീ വന്നണ്ടാ? തെക്കേപ്പോഴും അടിച്ചു വാരി കഴിഞ്ഞാ? ഇരിക്ക്, കഞ്ഞി തരാം. ആ ആ ആ, നിങ്ങളൊക്കെ വന്നണ്ടാ? ഇരിക്ക് ഇരിക്ക്, കഞ്ഞി തരാം. ശരിയാ. മര്യാദക്ക് വരിയായിട്ട് അവിടെ ഇരുന്നോ. ഇതൊക്കെ അമ്മാമ്മയുടെ നമ്പറാന്ന് എനിക്ക് തോന്നണം. ഏയ്, എന്തോ കുഴപ്പമുണ്ട്. ഇറങ്ങി വാടാ പഞ്ചായത്ത് പ്രസിഡന്റ്. നീ ആരാന്നുണ്ട് നിന്റെ വിചാരം? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആരാ? ഡാ മക്കളെ, മാമനുണ്ടാ തൊണ്ടാനെ എടുത്തിട്ട് വയ്യടാ. ഒന്ന് തുറക്കടാ മക്കളെ. ഡാ വേണ്ടാ. ഇവിടെ എന്റെ കോപ്പ്. ഡാ ബേബി, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെണ്ണിന് നീ വിധവ പെൻഷൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞൂല്ലേ? മക്കളെ, അവൻ ഞങ്ങടെ കിട്ടിയല്ലേ ചവിട്ടിയ ഞാനായിട്ടായിരിക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾ ഈ വീട്ടിൽ ദാ അമ്മാമില്ലേ, ആ അമ്മാമ്മോട് പറഞ്ഞു. ഈ തള്ള ഇവിടെ ഇരിക്കണ്ട, ദേ വരുന്നു ഞാൻ. ദേ അയാളാ അമ്മാമ്മനെ തള്ളാന്ന് വിളിച്ചു. ഇപ്പൊ കിട്ടും. എന്തുട്ട തള്ള ആടി ചവക്കണ മാതിരി ചവക്കണേ? ചെക്കനെ വിളിക്ക്. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും 1 7 4 9 ഏയ് നിർത്താണ്ട് പറയേ. 1 1 7 7 4 4 9 9 1 1 11 1 1 ഒന്നിനല്ലേ 11? 1 1 കഴിഞ്ഞ് പിന്നെയും 11. ഹായ്, അമ്മ തെറ്റി. മാച്ച് കളയാം. അതങ്ങനെ മാച്ചാലൊന്നും പോവില്ല. നീ അതിങ്ങോട്ട് തന്നേ, ഞാൻ ആ പിള്ളേരോട് പറഞ്ഞ് വിളിച്ചോളാം. മറ്റേ കുത്തണ ഫോണാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ മാന്തള കുന്തം കിട്ടിയ പിന്നെ ഒരാളെ വിളിച്ചാൽ കിട്ടില്ല. അല്ല, ഇപ്പൊ ഇത്ര തിരക്ക് പിടിച്ച് വിളിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഡാ, നീ അമ്മ കിടക്കണ കിടപ്പ് കണ്ട നേരെ ശ്വാസം ഉണ്ടെന്ന് തന്നെയുള്ളോ. ഇപ്പൊ ചികിത്സിക്കാനാണെന്ന് പറഞ്ഞ മേരിക്കുട്ടി വലുത് അയച്ചു തരും. തട്ടിപ്പോയ ഒരു നയാ പൈസ കിട്ടില്ല. തന്നെയല്ല, തെങ്ങും പറമ്പ് 3 അവളും താഴെയുള്ളവനും കൊണ്ടുപോകും. പിന്നെ ഈ രാഷ്ട്രീയം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. പീറ്റർ കണക്ക് പറഞ്ഞ് ഭാഗം വാങ്ങിക്കും. വലിയ മുതലാളിയാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് സ്വത്തൊന്നും വേണ്ടാന്ന് അമേരിക്ക പോയ സമയത്ത് മേരിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇപ്പം അതൊക്കെ ഓർമ്മയുണ്ടാവാവോ? ഏയ് ഇപ്പൊ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. സാധാരണ പെങ്ങന്മാർക്ക് ഭാഗം വെക്കണ സമയത്ത് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്റെ പെങ്ങളെ എന്നെ കണ്ടില്ലേ? ഞാൻ അവളുടെ 20 പവൻ സ്വർണ്ണെടുത്ത് വിറ്റതേ ഓർത്തു വെച്ചിട്ട് അവള് കണക്ക പറഞ്ഞു. പിന്നെ ഞാൻ പിടിച്ചു നിന്നതേ എങ്ങനെയെന്നറിയോ? എന്റെ പെണ്ണും വീട്ടില് ഭാഗം വെക്കുമ്പോ ഞാൻ കണക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങിച്ചു. ഈ അളിയന്മാർക്ക് പെങ്ങന്മാർക്ക് കൊടുക്കണമെന്നൊരു വിചാരമില്ല. ഓരോന്ന് ആലോചിക്കുമ്പോ തല ചിറ്റണുണ്ട്. നീ ഇതൊന്നും കൂടി നോക്കിയേ. ഇതാ നമ്പർ. 1 7 4 9 1. ഇപ്പൊ അവിടെ 12 മണിയാ. പിന്നെ ഇതല്ല ഇപ്പൊ വലിയ കണ്ടുപിടുത്തം. ഈ മണി എല്ലായിടത്തും ഒരുപോലെ അല്ലേ? അതല്ലടാ, രാത്രി 12 മണി. അവരൊരു ദിവസം പിന്നിലാ. അല്ല പ്രസിഡന്റെ, അവിടെ ബീവറേജസ് ഉണ്ടാ? പൊട്ടത്തരം പറയാണ്ട് നീ അത് ശ്രദ്ധിക്കേ. സെക്കൻഡിനാ കാശ്. നിങ്ങൾ ക്യൂലാണെന്ന് പറഞ്ഞ പോലൊരു സംശയം. ബീവറേജസിലല്ലാണ്ട് പിന്നെ എവിടെയാ പിന്നെ ക്യൂ? നീ നിർത്തിയേ. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു വിളിച്ചോളാം. ഹായ്, നമ്മടെ ദാസനല്ലേ ഈ വരണേ? ഇവനെന്താ സർക്കസിൽ ചേർന്നാ? നീ ആ മുഖത്തുനിന്ന് ആ സാധനം ഒന്ന് എടുത്ത് മാറ്റണ്ട ദാസ. നീ മീറ്റിങ്ങിനൊന്നും പോയില്ലേ? ഇത്ര വേഗം കഴിഞ്ഞാ? ബേബി ചേട്ടത് എന്ത് പണിയെ കാണിച്ചേ? വരില്ലെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ? ഞാനൊന്ന് തയ്യാറെടുത്ത് പോയേനെ. ഇതിപ്പോ എന്നെ ആ കടിനായ്ക്കളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ മൊബൈലും കുത്തി കളിച്ചിരിക്കല്ലേ? കളിച്ചിരിക്കല്ല ദാസ, അമ്മയുടെ കാറ്റ് പോവാറായിട്ടിരിക്കുക. ഒരു 100 കൂട്ടം പണിയുണ്ട്. അല്ലെങ്കിലും ഈ പ്രതിപക്ഷത്ത് ഈനാമ്പേച്ചുകളോട് മുട്ടാൻ നീ ഒറ്റയ്ക്ക് മതിയെന്ന് എനിക്ക് അറിയില്ലേ? നീ ആരാ മോൻ? അല്ല, എന്തായി എന്നിട്ട്? വല്ലതും നടന്നാ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് മതി. പക്ഷെ വിഷയത്തിൽ കൂടിയതായിരുന്നേ. ഇതിപ്പോ പ്രസിഡന്റ് ആണെങ്കിലൊന്ന് വേർത്തേനെ. എന്തുട്ട് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? റോഡ് പണിയിൽ അഴിമതി ഉണ്ട്, കോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും തുണി പൊക്കിയ. ഇത് കേന്ദ്ര ഇടപെടേണ്ട കേസാ. ഇന്നലെ അമ്മിണിയിൽ ഒരു പശു ചത്തു. മിഞ്ഞാന്ന് ലാസറിന്റെ 3 കോഴി ചത്തു. അതിനു മുമ്പ് സത്യന്റെ ആട് ചത്തു. ഇതിപ്പോ ഈ മാസം തന്നെ 10-15 ജീവനാ പോയത്. മെമ്പർ ലീലാമ നിന്നിട്ട് കാലി തുള്ളലായിരുന്നേ. അയ്യോ, കഷ്ടായി. എന്തുട്ട് കഷ്ടം? ആടും കോഴിയും ചാവണന് പഞ്ചായത്ത് എന്താ ചെയ്യാ? കഷ്ടായി ഇത്ര. അതല്ലാന്ന് ലീലാമ്മയുടെ തുള്ളലേ അത് കാണാൻ പറ്റില്ലല്ലോ, അതാണ് കഷ്ടായെന്ന്. എന്റെ ബേബിയേട്ടാ, ഈ ആടും കോഴിയൊന്നും ചാവണത് ആത്മഹത്യ ചെയ്തതല്ല, തീവണ്ടി കേറി ചത്തതാ. നമ്മുടെ മുണ്ടവും പാടത്തുനിന്ന് ആ പോത്രകുളത്തിക്കറിനെ ഇറക്കില്ലേ, അവിടെ ദിവസം ഓരോന്ന് അടിപെടുന്നത്. ഈ തീവണ്ടി ഓടിക്കുന്ന പൊട്ടന്മാർക്കില്ലേ ഒരു വിവരമില്ല കേട്ടാ. ഈ മിണ്ട പ്രാണികളുടെ മേലെ കൂടെ വണ്ടി കയറ്റാൻ ഒരു മടിയില്ല. എൻ്റെ എൽസിയെ എന്നും ആ വഴിക്ക് പോണതാ പുല്ല് വെട്ടാൻ. എന്നാ വരാ. ഓരോ പുലിവാലോള്. നീ എന്നിട്ട് എന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചു? അങ്ങനെ വെറുതെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല, തീരുമാനം ആക്കിയിട്ട് നീ പിരിഞ്ഞേ. തീരുമാന? എന്ത് തീരുമാനം? നമ്മുടെ പഞ്ചായത്തില് തീവണ്ടിയുടെ സ്പീഡ് 30-നും കൂടാൻ പാടില്ല. പിന്നെ ആ ഡൽഹിക്ക് പോണ തീവണ്ടിയില്ലേ, അതിന്റെ സ്പീഡ് മാക്സിമം 20 കിലോമീറ്റർ. എനിക്ക് ആ ഡൽഹിക്ക് പോണ വണ്ടി കാണുമ്പോഴേ കലിയ. നീ എന്തൊട്ട് ദാസായി പറയണ? ഇതൊക്കെ നടക്കണ കാര്യ? തീവണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? നിനക്ക് എന്തിൻ്റെ കേടാ? പ്രസിഡന്റ് പഞ്ചായത്ത് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടാ? ഇല്ലിങ്ങ കേട്ടോ, നമ്മുടെ പഞ്ചായത്തിൽ കൂടെ പോണ എല്ലാ സാധനവും നമ്മുടെയാ. അതിപ്പോ റോഡായാലും തോടായാലും തീവണ്ടിപ്പാതി ആയാലും അതിനുള്ള അധികാരം ഇമ്പക്ക.
എന്ന് വിചാരിച്ചേ തീവണ്ടിയുടെ സ്പീഡ് എങ്ങനെ കുറയ്ക്കുക? അമ്മ ഇതൊരു വരവല്ലേ വരണേ. വഴിയുണ്ട് പാപ്പച്ച, വഴിയുണ്ട്. ഹമ്പിടണം, ഹമ്പ്. ഈ വളഞ്ഞിട്ട് സ്പീഡ് കുറയ്ക്കാനുള്ള സാധനമില്ലേ, അത് അങ്ങോട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്താൽ തീരും പ്രശ്നം. ഒരു 6 ഇഞ്ചിന്റെ പൈപ്പ് വിലങ്ങനെ അങ്ങോട്ട് വെൽഡ് ഇതാണ് പിടിപ്പിക്കുക. അവൻ വടൂക്കര ഗേറ്റിന്റെ അവിടെ നിന്ന് ചവിട്ടണം. ഡാ നീ കാര്യമായിട്ടാണോ പറയണേ? പിന്നല്ലാണ്ട്. അല്ല ദാസേട്ടാ, അപ്പൊ നല്ല കനത്തിൽ വെല്ലിയേണ്ടി വരില്ലേ? ലോകത്തിലാദ്യമായിട്ട് റെയിൽവേ പാളത്തിന് ഹമ്പിട്ട പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിന് അങ്ങനെ ഒരു ബഹുമതി കിട്ടിയാൽ പുളിക്കോ? നമ്മുടെ ബുദ്ധിയിലൊക്കെ ഓരോന്ന് സെറ്റാക്കി വരുമ്പോ ഇവന്മാർക്ക് ഒരു വിലയില്ല കേട്ടാ. ഇയാളാര ബേബി ചേട്ടാ ഫോണില്. ഡാ പാപ്പച്ച, നീ വീട്ടിൽ പോക്കോ. പോണ വഴിക്കാ രവിയുടെ പീടിയെന്ന് 2 ബിരിയാണി പാഴ്സൽ പറഞ്ഞു. കാശ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. പീറ്റർ വരണ്ടേ? ഇവിടെ ചോറും കൂട്ടാനൊന്നുമില്ല. അയ്യോ, വീട്ടിൽ വരണ്ട. എന്നാ ഞാൻ പോട്ടെ. പോണ വഴിക്ക് ഞാൻ ബിരിയാണി പറഞ്ഞോളാം. ഡാ നീ എവിടെ ഇരിക്കേ, അവൻ വന്നിട്ട് പോവാം. അത് ശരിയാവില്ല. അവൻ എനിക്ക് കുറച്ച് കാശ് തരാണ്ടേ. അല്ല, നിനക്ക് പീറ്റർ കാശ് തരാണ്ടെന്നാ? അതിനെന്തിനാ നീ പോണേ? അവനെ കണ്ട ഞാൻ കാശ് ചോദിക്കും. അവൻ എത്ര വലിയ മുതലാളിയായാലും എനിക്കൊരു വിഷയവും ഇല്ല. അത് പിന്നെ ബേബി ചേട്ടന് വിഷമാവേ. ആ അത് ശരി. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാടദാസ? അതെ, ഞാൻ ആ വണ്ടി ഇടിച്ചിരുന്ന സമയത്തേ കടായിട്ട് ഒരു 50,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. 10 രൂപയെ തന്നുള്ളൂ, ബാക്കി 40 രൂപ തരാണ്ടേ. അത് ഞാൻ ചോദിച്ചു. ആ ഇപ്പൊ ഏകദേശം മനസ്സിലായി. നീ വേഗം വിട്ടോ, ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ചാലും കഷ്ടാവും നിന്റെ കാര്യം. വിട്ടോ വിട്ടോ. ചേട്ടനിത് എന്ത് ഭാവിച്ച? ഇവിടെ കിടന്ന അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്താ സ്ഥിതി? നീ ഒന്ന് അടങ്ങെൻ്റെ പീറ്ററെ, ഒന്ന് സമാധാനപ്പെട്. അമ്മയ്ക്കിപ്പോൾ 10-90 വയസ്സായില്ലേ. ഇനിയിപ്പോൾ രോഗം മാറിയിട്ടൊരു നല്ല കാലം ഉണ്ടാവാനൊന്നും പോണില്ല. തൊണ്ട നനയ്ക്കാൻ കുറച്ച് വെള്ളം നേരത്തിന് കൊടുക്കാന്നല്ലാണ്ട് അതിനിപ്പോൾ വേറെ ചികിത്സയൊന്നുമില്ല. രോഗം മാറുന്ന കാര്യമല്ല ഞാനും പറയണത്. പ്രമുഖ വ്യവസായ സംരംഭകനും പൗരപ്രമുഖനുമായ പീറ്റർ മാത്യുവിന്റെ മാതാവ് ഈ ഉണക്ക വീട്ടിൽ കിടന്ന് ചത്ത ആർക്കാ അതിന്റെ നാണക്കേട്? ഒരു പേട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് അത് മതിയാവും. പക്ഷെ എന്റെ സ്ഥിതി അതല്ല. വനിതാ സംവരണമായ കാരണം കൊണ്ടാ, അല്ലെങ്കിലേ ബേബിയേട്ടൻ പ്രസിഡന്റാ. നീ കലിക്കാണ്ട് കാര്യം പറ പീറ്ററെ. മനുഷ്യനിവിടെ തീ തിന്നുക. അമ്മേനെ എത്രയും പെട്ടെന്ന് എറണാകുളത്തെ ലേക്ക് സൈഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അതിന് മാത്രം എൻ്റെ കയ്യിൽ കെട്ടിയിരിപ്പൊന്നുമില്ല. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്. പിന്നെ അല്ലെങ്കിൽ ചേട്ടനല്ലേ കാശൊക്കെ ചിലവാക്കുന്നത്? ചേട്ടൻ കാശൊന്നും മുടക്കണ്ട, കാശൊക്കെ ഞാൻ കൊടുത്തോളാം. ചേട്ടനൊന്ന് കൂടെ നിന്ന് തന്നാ മതി. കൂടെ നിൽക്കാം, എന്നാലും എന്തിനാ കാശൊക്കെ ഇങ്ങനെ? ഓ എൻ്റെ ചേട്ടാ, കാശല്ല അല്ലാതും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എറണാകുളത്ത് ഡോക്ടർ ജോർജ് പി എബ്രഹാം ഉണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ന്യൂറോളജിസ്റ്റാണ്. മന്ത്രിമാർ വരെ വരിയിൽ നിന്നാണ് കാണുന്നത്. എൻ്റെ പിടിപാട് വെച്ച് ഞാൻ അമ്മയെ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ കാണിക്കും. പിതാവിനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ പിതാവല്ല, കാഞ്ഞിരപ്പള്ളി. പുള്ളി കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പൊ അസുഖം മാറുന്നു തന്നെയാണോ നീ പറയണേ? ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം. നമ്മൾ അമ്മയെ ഒരു ആംബുലൻസിൽ കയറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നു. നല്ല ചോപ്പ ലൈറ്റൊക്കെ ഇട്ട് സൈറൻ അടിച്ച് എല്ലാ കവലയിലും നിർത്തി 4 ആളോട് പറഞ്ഞ് കോളാമ്പി മൈക്ക് വെക്കണോ? അങ്ങനെ 2 ദിവസം ICUവിൽ കിടക്കുമ്പോൾ പിതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വന്നു കാണും.
പത്രത്തിൽ വാർത്ത വരും. എൻ്റെ ഒരു നിലയും വിലയും വെച്ച് 2 ദിവസം പോരാതെ വരും. അല്ല, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തും ആളുണ്ടാവും. ഞാനങ്ങോട്ട് പൊങ്ങിപ്പോയില്ല എന്നുള്ളോ. ചെന്നിത്തലയുടെ ബാച്ചിൽ പെട്ടതാ. ആണല്ലോ, അതാ പറഞ്ഞത്. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയാലും ഡോക്ടർ ജോർജ് പി അബ്രഹാത്തിന്റെ ചികിത്സയിലായിരിക്കെ മരിച്ചു എന്നായിരിക്കും പത്രത്തിൽ വാർത്ത വരിക. അല്ല ബേബി ചേട്ടാ, നല്ല കൊഴുപ്പ് കിട്ടാനേ അമ്മേനെ നമുക്ക് പയറിഞ്ചൊല്ലു കൊണ്ടായാലോ. ഇനിയൊരു അക്ഷരം മിണ്ടിയാ നിന്നെ ഞാൻ കൊല്ലും. ഡാ പാപ്പച്ച, നീ പൊക്കോ. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. വൈകുന്നേരമായോ? ദാ നിൽക്ക്. നീ പോയിട്ട് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് വാ. നല്ല ചുവപ്പ് കളർ നോക്കി വിളിക്കണം. പോണ വഴിക്ക് എല്ലായിടത്തും പറഞ്ഞിട്ട് പോണം. വരുമ്പോ ലൈറ്റൊക്കെ ഇട്ട് സൈറണൊക്കെ അടിച്ച് ആ കവലയിലൊക്കെ നിർത്തി എല്ലാവരെയും കാണിച്ചിട്ട് വരാൻ പറയണം. ഇത് വെച്ചോ. മക്കളായാലേ ഇങ്ങനെ വേണം. തള്ളേരൊരു ഭാഗ്യേ. യെസ് യെസ് യെസ്, ഇത് തന്നെ. ഫോൺ വരാൻ കണ്ട സമയം. ഹലോ, യെസ് ടെൽ മീ. പറ്റില്ല. മന്ത്രിയായാലും രാജാവായാലും പ്രയോർ അപ്പോയിൻമെന്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ തുടങ്ങിയാൽ ഫിക്സ് ചെയ്ത ഓപ്പറേഷൻസ് എല്ലാം മാറ്റിവെക്കേണ്ടി വരില്ലേ? നടക്കില്ല. താൻ ആരുടെ പി ആയാലും വെച്ചിട്ട് പോടോ. പോണ്ടിച്ചേരി ഗവർണറുടെ പി ആണത്രേ. ഏത് കോപ്പനായാലും എനിക്കെന്താ. ആ ബൈ ദ ബൈ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരാണെന്ന് പറയും. നിങ്ങളോ? താൻ ആരാ? ഹു ആർ യു? എന്റെ സാറേ, ഇത് ഞാനല്ലേ, ജോസ്. നമ്മൾ ഒരുമിച്ചല്ലേ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വന്നത്. ജോസഫ് സാറിന്റെ അസിസ്റ്റന്റ്. എന്റെ സാറേ, എലിസബത്ത് മാഡത്തിനെ അന്വേഷിച്ചിട്ടില്ലേ നമ്മളിവിടെ വരെ വന്നത്? യെസ്, എലിസബത്ത് മാത്യു. ഹായ് ഗൈസ്, മിസ്സിസ് എലിസബത്ത് മാത്യുവിന്റെ വീടല്ലേ ഇത്? ഷീസ് ഇൻ. എൻ്റെ സാറേ, ഇത് ബേബി മത്തായുടെ വീടാണ്. എൻ്റെ വീട്. ഇവിടെ ഞാനും എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ. സാറിന് വീട് തെറ്റിയതാവും. GPRSന് തെറ്റ് പറ്റില്ല മക്കളെ. അമ്മയുടെ പേരെന്താന്നാ പറഞ്ഞേ? ഏലിയാമ്മ മത്തായി. എൻ്റെ അമ്മയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബിൽഡറാണ്. നീ ആരായാലും നിനക്ക് വിവരില്ല എന്നുള്ളത് മനസ്സിലായി. എലിസബത്ത് എന്ന പേരിന്റെ മലയാളമാണ് ഏലിയാമ്മ. മാത്യു എന്നാൽ മത്തായി. എലിസബത്ത് മാത്യു. മനസ്സിലായോ? ഇരിക്കേ. Come on, sit down. എവിടെ ഉണ്ട് എലിസബത്ത്? Where is she? സാറേ, അമ്മയ്ക്ക് നല്ല സുഖമില്ല. 2 ആഴ്ചയായി. ഞാൻ ഊഹിച്ചു. നോ ട്രേസ്. 2 ആഴ്ചയായി ഒരു വിവരവുമില്ല. ജോസഫ്, ഗിവ് മി ദ ബാഗ്. ഇയാളിത് എവിടേക്ക് അയ്യോ സാറേ, ഇരിക്കിരിക്കി. അയാള് കിട്ടിയതടിക്കും. നിങ്ങൾ പേടിക്കണ്ട. ആടൊരു ഡോക്ടറാ, നല്ല 1-ാം തരം ഡോക്ടർ. എന്തൊന്നാം തരം? ഞങ്ങൾ അമ്മേനെ എറണാകുളത്തുള്ള ലേക്ക് സൈഡ് ഹോസ്പിറ്റലിലെ നല്ല 1-ാം തരം ഡോക്ടറെ കാണിക്കാൻ പോവാ. ഡോക്ടർ ജോർജ് പി അബ്രഹാം. കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ ഇയാളുടെ ഒരു 1-ാം തരം. ആരെ കാണിക്കാൻ പോവാന്ന്? താൻ എന്തിനാ വിളിക്കണേ? ഞങ്ങൾക്ക് എന്താ ജോർജ് ഡോക്ടറെ കാണാൻ പറ്റില്ലേ? കാഞ്ഞിരപ്പള്ളി പിതാവ് പറഞ്ഞ കേസാ. കാഞ്ഞിരപ്പള്ളി പിതാവല്ല, സാക്ഷാൽ മാർപ്പാപ്പ വരെ പറഞ്ഞ ഡോക്ടറെ കാണാൻ പറ്റില്ല മക്കളെ. പക്ഷെ ഞാൻ ചിരിച്ചത് അതല്ല.
ഇപ്പൊ ഉള്ളിലേക്ക് പോയി മുതലുണ്ടല്ലോ, അതാരാന്നറിയ? അതാണ് ജോർജ് പി അബ്രഹാം, ഡോക്ടർ ജോർജ് പി അബ്രഹാം, എറണാകുളം ലൈഫ് സൈഡ് ആശുപത്രിയിലെ ഒന്നാന്തരം ഡോക്ടർ. ഓ മൈ ഗോഡ്, ചേട്ടൻ കണ്ട? പിതാവ് ഡോക്ടറോട് ഓൾറെഡി പറഞ്ഞു എന്നാ തോന്നുന്നത്. ചോദിച്ചറിഞ്ഞു വന്നിരിക്കുന്നു. അതെ, പിതാവും പുത്രനും പറഞ്ഞിട്ടൊന്നല്ല, നിങ്ങളുടെ അമ്മയും ഡോക്ടറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒരുമിച്ച് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ എന്തോ ഒരു ചുറ്റുകളി ഉണ്ട്. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ കളയും. അമ്മയ്ക്ക് 90 വയസ്സായി. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിറക്കാതെ പോയ മകനാവും. അതല്ലാന്ന് നിങ്ങൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കണ്ടണ്ട? എവിടെ നിന്നല്ലേ? വേളാങ്കണ്ണിയിൽ ആൾക്കാർ തല മുട്ടടിക്കണ കണ്ടണ്ട? അതേമാതിരി ആൾക്കാരെ നിരത്തി അങ്ങോട്ട് കിടത്തും, എന്നിട്ട് ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങും. എന്തുട്ടാ വെട്ടിപ്പൊളിക്കില്ലേ? ഞാൻ എപ്പോഴും അരിയത്തുണ്ടാവുന്നു മാത്രം. താൻ എന്തുണ്ടേ പഠിച്ചേക്കണ? അല്ല, നേഴ്സുമാരുണ്ടാവും, അവർക്ക് ഏത് കത്തി ഏത് സമയത്ത് ഉപയോഗിക്കണം അറിയില്ലോ. നല്ല തടിയന്മാർക്കാണെങ്കിൽ 12x10 കത്തി വേണം, എലുമ്പന്മാർക്കാണെങ്കിലോ 19 പണാറിന്റെ കത്തി വേണം. ഒരു 3-4 മണിക്കൂർ കൊണ്ട് 10-20 ഓപ്പറേഷൻ ചെയ്യും സാറ്. എന്നാൽ ചില കേസ് വരുമ്പോ സാറിന്റെ കയ്യൊന്നും അങ്ങോട്ട് പറയ്ക്കും. പിന്നെ അങ്ങോട്ട് ടെൻഷനാ. അപ്പൊ വിളിക്കും ഈ എലിസബത്ത് മേഡത്തിനെ. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, സാറ് നല്ല ഉഷാറായി. ഇന്നവരെ കേസ് കയ്യിൽ നിന്ന് പോയിട്ടില്ല കേട്ടാ. എന്നാൽ 2 ആഴ്ചയായിട്ട് മേഡത്തിനെ പറ്റിയൊരു വിവരമില്ല. സാറിനാണെങ്കിൽ ടെൻഷൻ്റെ ടെൻഷൻ. അതാ വെച്ച് പിടിച്ചങ്ങോട്ട് പോകുന്നത്. ഒരു ചായ കിട്ടിയേ കുടിക്കായിരുന്നു കേട്ടാ. ഡി സിസിലിയേ, നീ ഒരു ചായ എങ്ങനെ എടുത്താൻ? ഒന്ന് മതിട്ടാ. എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടടാ പീറ്ററെ? എനിക്ക് വേണ്ട, പിരിയും. നമ്മൾ പറഞ്ഞു വന്നത് 2 ആഴ്ചയായിട്ട് ഡോക്ടർക്ക് കാലുമ്പ് മുള്ളെടുക്കാൻ വരെ തരില്ല. ഒരു കൈവറ. എന്താ കാര്യം? മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടണില്ല. അമ്മയ്ക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മേരിക്കുട്ടി വന്നപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇത് വല്ലത് ഉപയോഗിക്കാൻ അറിയോ? അപ്പുറത്തെ വീട്ടിൽ പിള്ളേർ വന്ന് എന്തൊക്കെയോ കളി കളിക്കണ കാണാം. അമ്മ അത് നോക്കിയിരിക്കും. അതന്നെ. ഓ, ആ കളി മിനിമിലിറ്റിയ. ഡോക്ടർക്ക് ഭ്രാന്ത. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു 5 മിനിറ്റ് കിട്ടിയാൽ മതി, ഇത് കളിക്കില്ല പണി. അല്ല, ചായ കിട്ടിയില്ല കേട്ടാ. ചായയും കാപ്പിയൊന്നും വരില്ല. ഞാനതൊരു ഭംഗി വാക്ക് പറഞ്ഞതാ. അമ്മ കിടന്നു പോയതാ അവള്. അമ്മയുടെ ഈ കിടപ്പ് കണ്ടിട്ട് അവൾക്ക് സഹിക്കണില്ലാന്ന്. താൻ വേണമെങ്കിൽ പോകുമ്പോൾ ഒരു ചായ രവിയുടെ പിടിയെന്ന് മേടിച്ച് കഴിച്ചോ. കാശ് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. കീറി നോക്കിപ്പോ ലിവർ ഇത്രയുണ്ട്. ഫാറ്റി ലിവർ. എന്റെ കണ്ണ് തള്ളി പോയില്ലേ. നിങ്ങൾ എറണാകുളംകാർക്ക് ലിവർ വീർത്തട്ട്, ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ലിവർ ഇല്ലാണ്ടായിട്ട്. ഞങ്ങളുടെ ആണുങ്ങളെ വെള്ളം ഒഴിക്കുന്നില്ല. ഈ യൂസ്ലെസ്സുകളാണോ എലിസബത്തിന്റെ മക്കൾ? യൂസ്ലെസ് നല്ല പ്രയോഗം. പറയടാ എന്റെ മക്കളാണെന്ന്.
ആ മാനക്കേട് ഞാൻ അങ്ങ് സഹിച്ചു. എത്ര വയസ്സായി പ്രസിഡന്റിന്? ഒരു 65? ഏയ് ഒരു 60. ജസ്റ്റ് കംപ്ലീറ്റഡ്. അമ്പത് 60. ഈ പ്രായമൊക്കെ ആവുമ്പോ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും മന്ദഗതിയിലാകും. ഈ എഞ്ചിൻ പ്രവർത്തിക്കാൻ വേണ്ട ഇന്ധനം പലപ്പോഴും അതിന് കിട്ടാതെ പോകും. പോരാത്തതിന് കുറെ നിയന്ത്രണങ്ങളും. പ്രഷർ കൂടുമെന്ന് പറഞ്ഞ് ഉപ്പ് തൊടില്ല. ഷുഗർ കൂടാതിരിക്കാൻ പഞ്ചസാര കഴിക്കൂല. എരിവില്ല, പുളിയില്ല. ഡോക്ടർ കുറയ്ക്കാൻ പറയും. നിങ്ങളത് പാടെ ഉപേക്ഷിക്കും. ഈ മധുരവും ഉപ്പും എരിവും പുളിയും വെറും രസങ്ങളല്ല, മനുഷ്യന് അത്യാവശ്യം വേണ്ട ഇന്ധനങ്ങളാണ്. നിയന്ത്രിക്കണം, പക്ഷേ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ എലിസബത്തിന്റെ കാര്യം തന്നെ എടുക്കൂ. സോഡിയം കുറഞ്ഞുപോയി എന്ന ഒരൊറ്റ കാരണത്താലാണ് അവർ ഈ കിടപ്പ് കിടന്നിരുന്നത്. പിച്ചും പേയും പറയുക, ഓർമ്മക്കുറവ്, കാരണമില്ലാതെ കലഹിക്കുക, എല്ലാം അതിന്റെ ലക്ഷണങ്ങളാണ്. ഇവർക്കിത് വരാൻ 90 കൊല്ലം എടുത്തുവെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഡോക്ടറെ, ഈ സോഡിയം എന്ന് പറയുന്നത് കണ്ണീരിന് ഉപ്പുരസം കൊടുക്കണ സാധനല്ലേ? കുറയും. എൻ്റെ പ്രായത്തിലുള്ള എല്ലാ അമ്മമാർക്കും സോഡിയം കുറയും. അമ്മാതിരി കണ്ണീരല്ലേ വീഴ്ത്തണത്? ഹേയ് നോ, കം ഓൺ എലിസബത്ത്, cheer up. ഈ മരത്തലയന്മാരൊക്കെ പോട്ടെ. ഞങ്ങളില്ലേ മക്കളായിട്ട് എലിസബത്തിന്. ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അവരെയാണ് നിങ്ങൾ ഇതുപോലെ കണ്ണീര് കുടിപ്പിക്കുന്നത്. ഇത് ആവർത്തിച്ചാൽ എന്താ മേഡം? ഈ കണ്ണീര് കാണാനാണോ ഞാൻ ഇവിടെ വന്നത്? ഇന്നാ കൊച്ചിന്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ളതാ. ദേ, അനുഗ്രഹിച്ച് പറഞ്ഞയക്ക്. കമോണ്ട്രാ മഹേഷേ, കമോണ്ട്രാ, ബെസ്റ്റ് ഓഫ് ലക്ക് ഡാ. ഹായ്. ഹായ്. വണ്ടി വന്നുണ്ട്. ഇങ്ങോട്ട് കടക്കാൻ ഒരു രക്ഷയില്ല. ആകെ ബ്ലോക്കാ. നമ്മുടെ കവലയില് ബ്ലോക്കാ. എന്താവശ്യത്തിന്? ഒരു താടി വെച്ച കെടി കാറിന്ന് അങ്ങടെ ഇറങ്ങി എലിസബത്ത് മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചതാ സംഭവം. കാക്കക്കൂട്ടം പുതിയനെ പോലെയല്ലേ ആളുകൾ കൂടിയ. ആങ്ങൾ ആരാന്നും മനസ്സിലായില്ല. നല്ല കണ്ടുപരിചയുണ്ട്. താടി വെച്ചുണ്ട്. നല്ല വെള്ളം രസിട്ടുണ്ട്. അയ്യോ, നമ്മുടെ തച്ചിരി പിതാവ് അമ്മയെ കാണാൻ വരുന്നതായിരിക്കും. പാസ്റ്ററൽ കൗൺസിൽ കഴിഞ്ഞപ്പോ എന്നോട് വഴി ചോദിച്ചിരുന്നു. നിർത്തടാ പട്ടി നിന്റെ പൊങ്ങച്ചം. നീ പറഞ്ഞിട്ടൊന്നും എന്നെ കാണാൻ ആരും വരില്ലടാ. അമ്മ അത് പറയരുത്. അവൻ വിളിച്ചു പറഞ്ഞിട്ടല്ലേ ആ ഡോക്ടർ ഇവിടെ വന്ന അമ്മേനെ നോക്കിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്. എന്നാ പിന്നെ അമ്മ തന്നെ പറയൂ. ഇത്രയും വലിയ ഡോക്ടർ അമ്മേനെ കാണാൻ വന്നത് എങ്ങനെയാ? വെറുതെ വരില്ലല്ലോ. ആ ഡോക്ടർ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാടാ. എലിസബത്ത് മാത്യു എന്ന് പറഞ്ഞ എന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്ക്, അപ്പോ കാണാം. അവിടെ വഴി ചോദിച്ചു നിൽക്കണതേ നിന്റെ തച്ചില് പിതാവൊന്നും അല്ല, എന്റെ ദാസപ്പൻ ഗാനഗന്ധർവൻ യേശുദാസ്.
എടാ പാപ്പച്ച, നീ എന്തായാലും വണ്ടി വിളിച്ചതല്ലേ, ഇവനെയും കയറ്റി കൊണ്ടുപോയിക്കോ. ലൈറ്റ് ഇട്ട് സൈറൻ അടിച്ച്